നമ്മുടെ സ്കാൽപ്പിൽ മലസേസിയ എന്ന ഫംഗസിന്റെ അമിതമായ വളർച്ച കാരണം എക്സസ് ആയിട്ട് ഒരു ഓയിൽ പ്രൊഡക്ഷൻ നടക്കുകയും ഇതിന്റെ ഫലമായി ചർമ്മകോശങ്ങൾ നശിക്കുകയും ഇത് വെളുത്ത പൊടികളായി അടർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡാൻഡ്രഫ് അഥവാ താരൻ. ഡാൻഡ്രഫ് ആയിട്ട് പലരും തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് ഡ്രൈ സ്കാൽപ്പ്. എന്നാൽ ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ സ്കാൽപ്പിൽ നോർമലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന്റെ അളവിൽ കുറവ് വരുമ്പോൾ ആണ്. ഇനി താരൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുകയും ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുകയും ചെയ്യുന്നതാണ് ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അതുപോലെ മുടി കൃത്യമായി കഴുകാതിരിക്കുക, അമിതമായ മാനസിക സമ്മർദ്ദം, തെറ്റായ ഭക്ഷണ രീതി ഒക്കെ താരന് കാരണമാകാറുണ്ട്. ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണവും താരൻ വരാറുണ്ട്. അതുപോലെയാണ് പല കെമിക്കൽ പ്രൊഡക്റ്റുകളുടെ ഉപയോഗവും, മാറി മാറിയുള്ള ഷാംപൂ ഉപയോഗവും കണ്ടീഷണർ ഉപയോഗവും ഇതിന് കാരണമാകാറുണ്ട്. അടുത്തത് താരൻ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ മറ്റുള്ളവരുടെ തോർത്തോ ചീപ്പോ ഉപയോഗിക്കാതിരിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. തലയിൽ ഒരുപാട് നേരം എണ്ണ തേച്ച് വെക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ ഷാംപൂ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ഒഴിച്ച് നേർപ്പിച്ച ശേഷം മാത്രം ഷാംപൂ ഉപയോഗിക്കുക. അതുപോലെ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് ഒഴിവാക്കുക. മുടിയിൽ മാത്രം തേക്കുക. അടുത്തത് ചൂടുവെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ താരനുള്ളവർ അവരുടെ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം. സിങ്ക്, വൈറ്റമിൻ ബി എന്നിവ അടങ്ങിയ ആഹാരം ധാരാളമായി ഉൾപ്പെടുത്തുക. കടല, മുട്ട, പയർവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കുക. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മീൻ, അതുപോലെയുള്ള നട്ട്സ് ധാരാളമായി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. താരൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ് നമ്മുടെ കുടലിൽ അമിതമായി ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുന്നത്. ഇത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് മോരും വെള്ളവും. ദിവസവും ഒരു നേരമെങ്കിലും മോരും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അടുത്തത് താരൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഈസി ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് തൈര് ആഴ്ചയിൽ 3 തവണ തലയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തലയിൽ വീര്യം കുറഞ്ഞ ഷാംപൂ മാത്രം ഉപയോഗിക്കുക. ഷാംപൂ ഉപയോഗിച്ച ശേഷം നന്നായി തല കഴുകിക്കളയുക. തലയിൽ അമിതമായി ഓയിൽ തേച്ച് വെക്കുന്നതും ഓയിൽ തേച്ചതിന് ശേഷം അത് കഴുകിക്കളയാതിരിക്കുന്നതും ഒഴിവാക്കുക. അതുപോലെ എസെൻഷ്യൽ ഓയിൽസ് മാത്രം തലയിൽ തേക്കാൻ ശ്രദ്ധിക്കുക. കറ്റാർവാഴയുടെ ജെല്ല് തലയിൽ തേക്കുന്നത് വളരെ നല്ലൊരു മാർഗമാണ്. അതുപോലെ തന്നെയാണ് മുട്ടയുടെ വെള്ള തലയിൽ തേക്കുന്നത് വളരെ നല്ലൊരു മാർഗമാണ്. താരൻ എന്നത് ഒരു ഫംഗസ് ഓവർഗ്രോത്ത് കാരണം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ശരിയായ ഭക്ഷണ രീതികൾക്കും.